Good morning. നമുക്ക് അടുത്തൊരു ബാലൻസ് ഷീറ്റിന്റെ ക്വസ്റ്റ്യൻ നോക്കാം. From the following ledger balances of Apple Products Limited as on 31st March 2020, prepare its balance sheet. Goodwill, it's an intangible asset. Computer software, also an intangible asset. Equity capital, 50,000 shares of 10 each, rupees 5 lakh. Capital reserve 1,30,000. So it's part of reserve. Securities premium 50,000. Again part of reserve. Gen reserve 30,000. Patent rights 60,000. So it's an intangible asset. Land and buildings 1 lakh. Furniture 1,30,000. Plant and machinery 5 lakh. Surplus 70,000 is part of reserves and surplus. Okay. 8% debentures 3 lakhs. Trade payables 60,000. It's a liability, current liability. Provision for employees' benefits, it's a long-term benefit. Provision for employee benefit, okay, it's given that long-term benefit or long-term provision, 70,000. Investment in government securities, 1 lakh, part of investments, okay. Long-term loans, 60,000, debit balance. That means loans given to others. It's an asset. Long-term loans 60,000. Okay. അതൊരു ഡെബിറ്റ് ബാലൻസ് ആയതുകൊണ്ട് തന്നെ അസറ്റ് ആയിരിക്കും. ട്രേഡ് റിസീവബിൾസ് 10,000. കറണ്ട് അസറ്റ് ആണ്. ഇൻവെന്ററീസ് 1 lakh. Cash in hand 20,000. Cash at bank 30,000. Deferred tax liabilities 1,20,000. Unpaid dividends 3,000. Income received in advance 7,000. Authorized capital of the company is rupees 1 lakh. 1 lakh equity shares of 10 each, of which 50,000 shares were issued. Authorized capital of the company is 1 lakh equity shares of 10 each. 1 ലക്ഷം equity shares 10 രൂപ വെച്ച്, അങ്ങനെ 10 ലക്ഷം രൂപയാണ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ. അതിൽ 50,000 ഷെയർസ് 10 രൂപ വെച്ച് ഇഷ്യൂ ചെയ്തു. 5 ലക്ഷം രൂപയുടെ ഇഷ്യൂ ചെയ്തു. ഓക്കെ, ഇത് വെച്ചുകൊണ്ട് നമുക്കൊരു ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യണം. ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് നോട്ട്സ് പ്രിപ്പയർ ചെയ്യാനുണ്ട്. ആ നോട്ട്സ് നമുക്ക് പ്രിപ്പയർ ചെയ്തിട്ട് ബാലൻസ് ഷീറ്റ് ചെയ്യുന്ന നോക്കാം. ഫസ്റ്റ് നോട്ട്, പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെന്റ്സ്. അതിൽ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന 3 ഐറ്റംസ് ആണ് വരിക. ലാൻഡ് ആൻഡ് ബിൽഡിങ്സ് 1 lakh. ഫർണിച്ചർ 1,30,000. പ്ലാന്റ് ആൻഡ് മെഷീനറി 5 lakh. സോ ടോട്ടൽ 7,30,000. അപ്പോൾ ഒന്നാമത്തെ നോട്ട് പ്രകാരം നമ്മുടെ ബാലൻസ് ഷീറ്റിൽ പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെന്റ് എന്ന് പറഞ്ഞിട്ട് 7,30,000 ഈ നോട്ടിന്റെ ടോട്ടലാണ് കാണിക്കേണ്ടത്. അടുത്തത് അതർ ഇൻടാഞ്ചിബിൾ അസറ്റ്സ്. അതിൽ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ 1,30,000. പാറ്റന്റ് റൈറ്റ്സ് 60,000. ടോട്ടൽ 1,90,000. ഓക്കെ, പിന്നെ അതർ ഇൻടാഞ്ചിബിൾ അസറ്റ്സ് കൊണ്ട് നമുക്ക് കാണിക്കേണ്ടത് 1,90,000 ആണ്. മൂന്നാമത്തത് ഇൻവെസ്റ്റ്മെന്റ്സ്. ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് 1 lakh ആണ്. ഒരു ഇൻവെസ്റ്റ്മെന്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ട് കാണിക്കേണ്ടത് 1 lakh. അതെന്താണ്? ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ആണ്. അടുത്ത നോട്ട്,
ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ് ആണ്. അതിൽ ക്യാഷ് ഇൻ ഹാൻഡ് ഉണ്ട് 20,000, ക്യാഷ് അറ്റ് ബാങ്ക് ഉണ്ട് 30,000, രണ്ടും കൂടെ ചേർത്ത് 50,000. ഓക്കെ. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, അതിലാദ്യം ഓതറൈസ്ഡ് ക്യാപിറ്റൽ. ഓതറൈസ്ഡ് ക്യാപിറ്റലിൽ 1 lakh ഇക്വിറ്റി ഷെയർസ് ഓഫ് 10 each ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അത് 10 ലക്ഷം രൂപയാണ്. നമ്മളവിടെ കാണിക്കും, ഡബിൾ ലൈൻ ചെയ്ത് ജസ്റ്റ് ഇൻഫർമേഷന് വേണ്ടി കാണിക്കും. ബാലൻസ് ഷീറ്റ് കാണിക്കുക. ഇഷ്യൂഡ്, സബ്സ്ക്രൈബ്ഡ് ആൻഡ് കോൾഡ് അപ്പ് ക്യാപിറ്റൽ ആണ് 50,000 ഇക്വിറ്റി ഷെയർസ് ഓഫ് 10 each, 5 lakh. ആ 5 lakh ആണ് നമ്മൾ ബാലൻസ് ഷീറ്റിൽ ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കേണ്ടത്. ഓതറൈസ്ഡ് ക്യാപിറ്റൽ നമുക്കിവിടെ ഈ നോട്ടിൽ കാണിച്ചു വെച്ചാൽ മതി. അതർ ഇക്വിറ്റി അല്ലെങ്കിൽ റിസർവ്സ് ആൻഡ് സർപ്ലസ് എന്തൊക്കെയാണ് നമുക്കിവിടെ തന്നിരിക്കുന്നതെന്ന് നോക്കാം. ആദ്യം റിസർവ്സ്, ക്യാപിറ്റൽ റിസർവ്, ഇറ്റ്സ് ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ 1,30,000. സെക്യൂരിറ്റീസ് പ്രീമിയം 50,000. Gen reserve 30,000. Total 2,10,000. Next surplus. സർപ്ലസ് നമുക്കറിയാം, നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇൻകം അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്താൽ കിട്ടുന്നതാണ്. അപ്പോൾ അത് ഓൾറെഡി പ്രിപ്പയർ ചെയ്തിട്ട് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. പ്രോഫിറ്റ് ഫോർ ദി കറണ്ട് ഇയർ 70,000. സോ ടോട്ടൽ റിസർവ്സ് ആൻഡ് സർപ്ലസ് വിൽ ബി 2,80,000. ഈ ടോട്ടലാണ് നമ്മുടെ ബാലൻസ് ഷീറ്റിൽ കാണിക്കേണ്ടത്. ലോങ് ടേം ബോറോയിങ്സ്, ഒറ്റൊരു ലോങ് ടേം ബോറോയിങ് മാത്രമേ ഉള്ളൂ, 8% ഡിബഞ്ചേഴ്സ്, അത് 3 lakh rupees ആണ്. ലോങ് ടേം പ്രൊവിഷൻസ് ഒരൈറ്റം മാത്രമേ ഉള്ളൂ, പ്രൊവിഷൻ ഫോർ എംപ്ലോയി ബെനിഫിറ്റ്സ് ആണ്, 70,000 rupees ആണ്, 70,000 rupees. അടുത്തത് അതർ കറണ്ട് ലയബിലിറ്റീസ് ആണ്. 2 items ഉണ്ട്. അൺപെയ്ഡ് ഡിവിഡൻസ്, അതായത് ഡിവിഡൻഡ് ആർക്ക് കൊടുക്കാൻ ബാക്കിയുണ്ട്, അവരാവശ്യപ്പെടുമ്പോൾ കൊടുക്കണം, അങ്ങനെ 3,000 രൂപയുണ്ട്. ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, നമുക്ക് അഡ്വാൻസ് ആയിട്ട് കിട്ടിയ ഇൻകം നമ്മുടെ ലയബിലിറ്റി ആണ്, കറണ്ട് ലയബിലിറ്റി ആണ്, അങ്ങനെ 3,000 പ്ലസ് 7,000 10,000. ഓക്കെ. അപ്പോൾ നമുക്കിത് വെച്ചിട്ട് ഇനിയൊരു ബാലൻസ് ഷീറ്റ് അതിൻ്റെ ഫോർമാറ്റിൽ പ്രിപ്പയർ ചെയ്യാം. So this is the format. Statement of financial position for balance sheet of Apple Products Limited as on 31st March 2020. That is the heading. Okay. The columns required are particulars. Note number. Figures as at the end of 31st March 2020 and figures at the end of March 31st 2019. Then items. First one, assets. Under assets, first head is non-current assets. Okay. And under non-current assets, the first asset is property, plant and equipment. So we know that we have already prepared a note. Note number 1. Total of the note is 7,30,000. Second item, capital work in progress. ഈ ക്വസ്റ്റ്യൻ നമുക്കൊന്നും തന്നിട്ടില്ല. മൂന്നാമത്തത് ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടി. ദെൻ നാലാമത്തത് ഗുഡ്വിൽ. ഗുഡ്വിൽ നമുക്ക് തന്നിട്ടുണ്ട്, 1 lakh rupees ആണ് ഗുഡ്വിൽ തന്നിരിക്കുന്നത്. അഞ്ചാമത്തത് അതർ ഇൻടാഞ്ചിബിൾ അസറ്റ്സ്. നമുക്കതിന് രണ്ടാമത്തെ നോട്ട് തയ്യാറാക്കിയിട്ടുണ്ട്, 1,90,000 ആണ് എമൗണ്ട്. ആ നോട്ട് നമ്പർ 2 നോക്കിയാൽ അറിയാം. പിന്നെ ഫൈനാൻഷ്യൽ അസറ്റ്സ് ആണ്. ഫൈനാൻഷ്യൽ അസറ്റ്സിൽ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഐറ്റം ഉണ്ട്. അതിനുവേണ്ടി നമ്മളൊരു നോട്ട് തയ്യാറാക്കിയിട്ടുണ്ട്, മൂന്നാമത്തെ നോട്ട്. ആ നോട്ട് ചെക്ക് ചെയ്യാം. 1 lakh rupees ആണ് ആ നോട്ടിൽ വരുന്നത്.
Then long term loans. Long term loans നമ്മളൊരു നോട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. ആ നോട്ട് അത് പ്രകാരം 60,000 ആണ്. ബയോളജിക്കൽ അസറ്റ്സ് ഒന്നുമില്ല. ഡെഫേർഡ് ടാക്സ് അസറ്റ്സ് ഇല്ല. കറണ്ട് അസറ്റ്സ് അതിൽ ഒന്നാമത്തെ ഐറ്റം ഇൻവെന്ററീസ്. ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 1 lakh rupees ആണ്. പിന്നെ ഫിനാൻഷ്യൽ അസറ്റ്സ് ആണ്. ഫിനാൻഷ്യൽ അസറ്റ്സിൽ ഒന്നാമത്തെ ട്രേഡ് റിസീവബിൾസ് ആണ്. അത് 10,000 rupees ആണ്. അടുത്തത് ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ് ആണ്. അത് നോട്ട് നമ്പർ 4 50,000. So total of assets 13,40,000. Then come to the liabilities side. Equity and liabilities. First one, share capital. For that we have prepared a note. Total of the note is 5 lakh. Other equity, that is reserves and surplus. We have already prepared a note and the total of the note is 2,80,000. The next liabilities. First one, non-current liabilities, long-term liabilities. Okay. First item, financial liabilities. And under financial liabilities, first item, long-term borrowings. As per 7, note number 7, 3 lakhs. Second item, deferred tax liabilities, 1,20,000. Third item, long-term provisions. We have prepared a note, 70,000. Then current liabilities, financial liabilities. Okay, trade payables 60,000. Other current liabilities, we have prepared a note, total 10,000. Other current liabilities as per note 10,000. So total of liabilities at 13,40,000. Okay, thank you.